Good morning, dear students. അപ്പോൾ നമ്മൾ ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ലാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത് pH കാണുന്ന ഫോമാറ്റുകൾ എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ POH എങ്ങനെയൊക്കെയാണ് കാണുക, ഇത്തരത്തിലുള്ള കുറച്ച് സിമ്പിൾ ബേസിക് ആണ് പറഞ്ഞത്. അതുപോലെ ആ ചാപ്റ്ററിൽ നമ്മൾ ആസിഡ് ആൻഡ് ബേസുകളെ കുറിച്ച് 3 കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അറീനിയസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, അതുപോലെ സെക്കൻഡ് വൺ ലൂയിസ് കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്, അതുപോലെ ബ്രോൺസ്റ്റഡ് ലോവറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ഇങ്ങനെ ആസിഡുകളെ കുറിച്ച് ബേസുകളെ കുറിച്ച് മെയിനായിട്ട് 3 സയന്റിസ്റ്റുകളാണ്. 3 അല്ല, വേറെ കുറെ കോൺസെപ്റ്റുകൾ ഉണ്ട്. അതൊക്കെ നമ്മൾ ഉയർന്ന ക്ലാസ്സുകളിൽ പഠിക്കും. എനിവേ പ്രധാനമായിട്ടും സിമ്പിൾ ആയിട്ടുള്ള ഒരു 3 കോൺസെപ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ 2 കോൺസെപ്റ്റുകൾ ഡിസ്കസ് ചെയ്തതാണ്. അറീനിയസ് കോൺസെപ്റ്റിൽ വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ ലൂയിസ് കോൺസെപ്റ്റിൽ ആസിഡ് ബേസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അതിൽ നമ്മളൊന്ന് ബാക്കി വെച്ചിരുന്നു ബ്രോൺസ്റ്റഡ് ലോവറി കോൺസെപ്റ്റ് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. ബ്രോൺസ്റ്റഡ് ആൻഡ് ലോവറി എന്നുള്ളത് 2 സയന്റിസ്റ്റുകളാണ്. അപ്പോൾ അവരുടെ ആ വ്യൂവില് വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ് ഇതാണ് പറയുന്നത്. സോ നമ്മള് ബ്രോൺസ്റ്റഡ് ആൻഡ് ലോവറി കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന് വേറൊരു നെയിമാണ് പ്രോട്ടോണിക് കോൺസെപ്റ്റ് എന്നുള്ളത്. അപ്പൊ എന്തുകൊണ്ടാണ് ബ്രോൺസ്റ്റഡ് ആൻഡ് ലോവറി കോൺസെപ്റ്റുകളെ പ്രോട്ടോണിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്? ഇത് മെയിൻ ആയിട്ട് പറയുന്നത് ആരെ ബേസ് ചെയ്താണ്? പ്രോട്ടോണിനെ ബേസ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. ഓക്കെ, ലൂയിസ് കോൺസെപ്റ്റുകളിൽ ലോൺ പെയർ ഇലക്ട്രോണുകളെ ബേസ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആയിരുന്നു ലൂയിസ് കോൺസെപ്റ്റ്. ബട്ട് ഹിയർ ബ്രോൺസ്റ്റഡ് ലോവറി കോൺസെപ്റ്റ് മെയിൻലി ഡിപെൻഡ് അപ്പോൺ ദി അയോൺ H+നെ ബേസ് ചെയ്ത് വരുന്ന ഒരു കോൺസെപ്റ്റ് ആണ് ബ്രോൺസ്റ്റഡ് ലോവറി കോൺസെപ്റ്റ്. ഈ H+ അയോൺസ് കെമിസ്ട്രിയിൽ ഏതിന് ഈക്വൽ ആണ്? പ്രോട്ടോണിന് ഈക്വൽ ആണ്. അപ്പൊ H+ അയോൺസും പ്രോട്ടോണും എന്ത് തന്നെയാണ്? സെയിം ആണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കി എടുക്കാം. H+ അയോൺ ഈസ് ഈക്വൽ ടു എ പ്രോട്ടോൺ. ഒരു പ്രോട്ടോണിന് ഈക്വൽ ആയിട്ടുള്ള ഒരു അയോൺ ആണ് കെമിസ്ട്രിയിൽ H+. അപ്പൊ ഈ H+നെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, വാട്ട് ഈസ് ആസിഡ്, വാട്ട് ഈസ് ബേസ് എന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നത് ആരെ ബേസ് ചെയ്താണ്? H+ അയോണുകളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സോ ഇവിടെ പറയുന്നതിലൂടെ ആദ്യം നോക്കാം നമുക്ക്. H+ അയോണുകളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകളാണ് ബേസ്. H+ അയോൺസ് ആക്സെപ്റ്റ് ചെയ്യുന്നതാണ് എന്ത്? ബേസ്. ഒരു ഒബ്ജക്റ്റ് H+ അയോണുകളെ ആക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അതാണ് ബേസ്. H+ അയോൺസുകളെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകളെയാണ് നമ്മൾ ആസിഡ് എന്ന് പറയാം. കെമിക്കൽ റിയാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടുക്കലുകളും വാങ്ങലുകളും ആണ് അല്ലെ. ഇവിടെ കൊടുക്കുന്നത് നമ്മൾ H+കളാണ്. കൊടുക്കുന്നത് ആരാണോ, മീൻസ് ഡൊണേറ്റ് ചെയ്യുന്നത് ആരാണോ, ദാറ്റ് ഈസ് ആസിഡ്. ആരാണോ ആക്സെപ്റ്റ് ചെയ്യുന്നത്, H+നെ ആക്സെപ്റ്റ് ചെയ്യുന്നത്, അതാണ് ബേസ്. സോ ബ്രോൺസ്റ്റഡ് ആസിഡ് മീൻസ് സ്പീഷീസ് ദാറ്റ് ഡൊണേറ്റ് H+ ions. Similarly, base means species that accept H+ ions. അതാണ് അതിലെ ആ ഒരു ഐഡിയ കേട്ടോ. അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സി ഇവിടെ ഞാൻ എക്സാമ്പിൾസ് ചെയ്തിട്ടുണ്ട്. NH3+ H2O റിവേഴ്സ് സൈൻ NH3+ OH- എന്ന് പറയുന്ന ഒരു റിവേഴ്സ് റിയാക്ഷൻസ് ചെയ്തിട്ടുണ്ട്. We already know what is the reverse reactions. Reverse reactions means both forward and backward reactions take place at the same time. അല്ലേ? ഇവിടെ നമുക്കറിയാം ഫോർവേഡ് റിയാക്ഷൻസ് ഉണ്ട്. NH3+ H2O gives NH4+ OH-. അതാണ് അതിലുള്ള ഫോർവേഡ് റിയാക്ഷൻസ്. ബാക്ക്വേർഡ് റിയാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NH4+ OH- gives H2O then NH3. അതാണ് അതിലുള്ള ബാക്ക്വേർഡ് റിയാക്ഷൻസ്. ഇങ്ങനെ ഫോർവേഡും ബാക്ക്വേർഡും ഒരേ സമയം നടക്കുന്ന റിയാക്ഷൻസ് ആണ് റിവേഴ്സ് റിയാക്ഷൻസ്. അപ്പൊ ഇത്തരത്തിലുള്ള റിവേഴ്സ് റിയാക്ഷൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ബ്രോൺസ്റ്റഡ് ആസിഡും ബ്രോൺസ്റ്റഡ് ബേസും ഡിസ്കസ് ചെയ്യാം. ഇനി ഇവിടെ നോക്കാം. NH3+ H2O. ഇതിന് ഞാൻ ഒന്നും കൂടെ കോൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് എങ്ങനെ എഴുതിയിട്ടുണ്ട്? NH3നെ അതുപോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ദെൻ H2O ഞാൻ എഴുതുന്നത് H+ ബോണ്ട് OH- എന്ന് എഴുതി. ഇത് ആക്ച്വലി എന്ത് തന്നെയാണ്? ഈ HOH- എന്നുള്ളത് ഇത് തന്നെയാണ് കേട്ടോ, H2O തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇതില് ഈ H2O എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് H+ അയോൺസുകളുണ്ട്, OH- അയോൺസ് ഉണ്ട്. ഈ റിയാക്ഷൻസ് നടക്കുമ്പോൾ ഇതിൽ നിന്ന് H+കൾ ഇങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഓക്കെ, H+കൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ NH3 എന്ത് ചെയ്യുന്നുണ്ട്? H+കളെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്.
അപ്പോൾ അവിടെ നിന്ന് H+ അയോൺസുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഈ NH3 എന്തായിട്ട് മാറും? NH3 ബോണ്ട് H+ ആയിട്ട് മാറും. ഓക്കെ, ഇവിടുന്ന് H+ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ്. അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് H+ അയോൺസുകൾ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ബാക്കി OH- തനിച്ചാവും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ OH- വരുന്നത്. ക്ലിയർ? എനിവേ ഇവിടെ H+കളെ ഡൊണേറ്റ് ചെയ്ത ആളാരാണ്? ഡൊണേറ്റ് ചെയ്തത് നമ്മുടെ H2O ആണ്. H2Oയിൽ നിന്നുള്ള ഒരു H+കളാണ് ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്തത്. സോ H+നെ ഡൊണേറ്റ് ചെയ്തത് ആരാണ്? ഇവിടെ അത് ഡൊണേറ്റ് ചെയ്തത് നമ്മുടെ H2O ആണ്. അതുകൊണ്ട് ഇവിടെ H2O എന്താണ്? ഇസ് എ ആസിഡ്. അതുകൊണ്ടാണ് ഞാൻ ഈ H2Oയുടെ അടിയിൽ A എന്ന് എഴുതിയിട്ടുള്ളത്. A മീൻസ് ആസിഡ്. അതോടൊപ്പം ഈ H+കളെ ആക്സെപ്റ്റ് ചെയ്ത ആളാരാണ്? NH3. ഓക്കെ, അപ്പോ ഈ NH3നെ നമുക്ക് എന്തായിട്ട് പറയാൻ പറ്റും? H+കളെ ആക്സെപ്റ്റ് ചെയ്യുന്നവരെ ബേസ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ NH3ന്റെ അടിയിൽ B എന്ന് കൊടുക്കുന്നുണ്ട്. സോ ഇങ്ങനെ H+നെ ഡൊണേറ്റ് ചെയ്യുന്ന ആളുകൾ ആസിഡും H+കളെ ആക്സെപ്റ്റ് ചെയ്യുന്ന ആളുകൾ ബേസ്. ഇതാണ് കോൺസെപ്റ്റ്. അതോടൊപ്പം നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഇമേജ് ചെയ്യുമ്പോഴുള്ള കേസാണ് പറഞ്ഞത് അല്ലെ. ഇനി ബാക്ക് ഡയറക്ഷനിലോട്ട് ഇമേജ് ചെയ്യുമ്പോൾ മീൻസ് ബാക്ക്വേർഡ് റിയാക്ഷൻ ഇമേജ് ചെയ്യുമ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് ഇമേജ് ചെയ്യുമ്പോൾ നോക്കൂ, NH3 ബോണ്ട് H+ൽ നിന്ന് H+കൾ ഇങ്ങോട്ടാണ് ചെന്നിട്ടുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ OH- ഇങ്ങോട്ട് ഇമേജ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറും? H2O ആയിട്ട് മാറും. ഇവിടുന്ന് അങ്ങോട്ട് H+ ചെന്നുകൊണ്ടാണ്. ഓക്കെ, അതോടൊപ്പം ഇവിടെ ബാക്കിയാലോ ഇവിടുന്ന് H+ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ NH3 ആവും. അപ്പൊ നമ്മൾ ബാക്ക്വേർഡ് ഡയറക്ഷൻ ഇമാജിൻ ചെയ്യുമ്പോൾ ബേസ് ആരാണ്? OH- ആസിഡ് ആരാണ്? NH4+1. പറഞ്ഞു വരുന്നത് ഇവിടെ ഫോർവേഡ് ഡയറക്ഷനിലും ഒരു ആസിഡ് ബേസ് ഉണ്ട്, ബാക്ക്വേർഡ് ഡയറക്ഷനിലും ഒരു ആസിഡ് ബേസ് ഉണ്ട് എന്നാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ഫോർവേഡ് ഡയറക്ഷനിലെ ആസിഡിനെയും ബാക്ക്വേർഡ് ഡയറക്ഷനിലെ ബേസിനെയും ചേർത്ത് പറയുന്ന പേരാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പൊ നമുക്കറിയാം പെയർ എന്ന് പറയുമ്പോൾ രണ്ടുപേരുണ്ടായിരിക്കും. കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുമ്പോൾ അതിൽ പെയറിൽ ഒന്ന് ആസിഡ് ആയിരിക്കും, ഒന്ന് ബേസ് ആയിരിക്കും. ഓക്കെ, ഇവിടെ ഫോർവേഡിലെ ആസിഡ് ആരാണ്? ഫോർവേഡിലെ ആസിഡ് നമ്മുടെ H2O ആണ്. ബാക്ക്വേർഡിലെ ബേസ് ആരാണ്? OH- ആണ്. സോ ഇവിടെ H2Oനെയും അതുപോലെ OH- നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇസ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ ഫോർവേഡിലെ ആസിഡും ഇതാണ് ഫോർവേഡ് റിയാക്ഷൻസ്. ഫോർവേഡ് റിയാക്ഷനിലെ ആസിഡും ബാക്ക്വേർഡ് റിയാക്ഷനിലെ ബേസ് ഇതാണ് ബാക്ക്വേർഡ് റിയാക്ഷനിലെ ബേസ്. അങ്ങനെ ഫോർവേഡിലെ ആസിഡിനെയും ബാക്ക്വേർഡിലെ ബേസിനെയും കൂടെ എടുത്തു പറയുന്ന പേരാണ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ. അപ്പൊ ഇവിടെ H2Oയും OH- എന്താണ്? ഇസ് എ കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. അതുപോലെ ഇവിടെ വേറൊരു പെയറും കൂടെ ഉണ്ട് അല്ലെ. ഇനി ബാക്ക്വേർഡിലെ നമ്മൾ എടുത്തു പറയുന്നത് ബാക്ക്വേർഡിലെ ആസിഡും ഫോർവേഡിലെ ബേസും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് NH4+, അതുപോലെ നമ്മുടെ ആരാണ്? NH3. ഇതും എന്ത് തന്നെയാണ്? വേറൊരു കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ ആണ്. കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഫോർവേഡിലെ ആസിഡും ബാക്ക്വേർഡിലെ ബേസും, അതാണ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് പെയർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. See another example. ഇവിടെ വേറെ ഒരു എക്സാമ്പിൾസ് വരുന്നുണ്ട്. HCl plus H2O gives Cl minus then H3O plus. ഈ റിയാക്ഷൻസ് നമ്മൾ ഇമേജ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ്, വേറെ എക്സാമ്പിൾസ് ആണ്. ബട്ട് ഹിയർ H2O എന്താണ്? H2O ബേസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഈ HClനെ H ബോണ്ട് Cl മൈനസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് H+ ഇങ്ങോട്ടാണ് മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ H2O എന്തായിട്ട് മാറും? H2O ബോണ്ട് H+ ആയിട്ട് മാറും. ഇവിടെ നിന്ന് H+ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം ഇവിടെ ബാക്കി ആരേ ഉണ്ടായിരിക്കുള്ളൂ? Cl-. സോ ഇവിടെ H+ ഡൊണേറ്റ് ചെയ്ത ആളാരാണ്? ഡൊണേറ്റ് ചെയ്ത ആള് നമ്മുടെ ഈ സ്പീഷീസ് ആണ്. സോ അതുകൊണ്ട് ഇതാണ് HCl ആണ് ഇവിടെയുള്ള ആസിഡ്. അതിനെ ആക്സെപ്റ്റ് ചെയ്ത ആളാരാണ്? H2O. സോ H2O ഇവിടെ എന്താണ്? ബേസ് ആണ്. അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ റിയാക്ഷനിൽ നമ്മുടെ വാട്ടർ എന്താണ്? ആസിഡ് ആണ്. ഈ റിയാക്ഷനിൽ വാട്ടർ എന്താണ്? ബേസ് ആണ്. അപ്പൊ ഇങ്ങനെ ചില സ്പീഷീസുകൾക്ക് കെമിസ്ട്രിയിൽ നമ്മുടെ ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അത്തരത്തിലുള്ള സബ്സ്റ്റൻസുകളെയാണ് നമ്മൾ എന്താ പറയാ? ആംഫോട്ടറിക് സബ്സ്റ്റൻസ് എന്ന് പറയാം. സോ ആംഫോട്ടറിക് സബ്സ്റ്റൻസ് മീൻസ് എന്താണ്?
some species that attacks both acid and base, both conjugate acid and conjugate base. Okay, ആസിഡ് ആയിട്ടും ബേസ് ആയിട്ടും വർക്ക് ചെയ്യാനുള്ള കഴിവ് നമ്മുടെ H2O ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ആംഫോട്ടറിക് സബ്സ്റ്റൻസുകൾക്ക് എക്സാമ്പിൾ ആണ് നമ്മുടെ H2O. ഓക്കെ, ഈ ഒരു പോയിന്റ് വെച്ച് എക്സാമിന് പലപ്പോഴായിട്ട് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഒരു ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്താൽ, അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ മൈനസ് ചെയ്യാന്നുള്ള മീനിങ് ആണ്. അപ്പൊ ഒരു ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്താൽ എന്ത് നമുക്ക് കിട്ടും? ഒരു കോൺജുഗേറ്റ് ബേസ് കിട്ടും. നമ്മൾ പറഞ്ഞല്ലോ കോൺജുഗേറ്റ് ആസിഡ് ആൻഡ് ബേസ് പെയർ എന്ന് പറഞ്ഞു. അപ്പൊ അതിലെ നമ്മളൊരു ആസിഡ് എടുത്തു. ഈ ആസിഡിൽ നിന്ന് അതിൽ നിന്നുള്ള H പ്ലസിനെ നമ്മൾ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോൺജുഗേറ്റ് ബേസ് ആയിട്ട് മാറും. എക്സാമ്പിൾ ആയിട്ട് HCl. നമ്മൾ പറഞ്ഞു ഇവിടെ HCl എന്താ? ഇസ് എ ആസിഡ്. ഓക്കെ, ആ HCl നിന്ന് മൈനസ് H പ്ലസ്, ഇതിൽ നിന്ന് H പ്ലസ് മൈനസ് ചെയ്താൽ നമുക്ക് Cl മൈനസ് കിട്ടും അല്ലെ? ഈ Cl മൈനസ് എന്താണ്? കോൺജുഗേറ്റ് ബേസ് ആണ് കേട്ടോ. Cl മൈനസ് ഇവിടെ എന്താണ്? ഇസ് എ ബേസ്. അപ്പൊ ഇങ്ങനെ ഒരു ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്താൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടും. എക്സാമ്പിൾ ആണിത്. അതുപോലെ ഒരു ബേസിലോട്ട് H പ്ലസ് ആഡ് ചെയ്താൽ, ഇവിടെ പ്ലസ് ആണ് മൈനസ് അല്ല, ഒരു ബേസിലോട്ട് H പ്ലസിനെ പ്ലസ് ചെയ്താൽ അതിന്റെ കോൺജുഗേറ്റ് ആസിഡ് കിട്ടും. എക്സാമ്പിൾ ആയിട്ട് NH3 എന്നുള്ളത് എന്തായിരുന്നു? ബേസ് ആയിരുന്നു. നമ്മൾ ഈ എക്സാമ്പിൾസിൽ പറഞ്ഞു അല്ലെ? NH3 ഇവിടെ ഈ NH3 എന്താണ്? ബേസ് ആണെന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിലുള്ള ഒരു ബേസിലോട്ട് അല്ലെ, NH3 ബേസ് ആണ്. ആ ബേസിലോട്ട് H പ്ലസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? NH4 പ്ലസ് ആണ് കിട്ടുക. അതെന്താണ്? കോൺജുഗേറ്റ് ആസിഡ് ആണ് കേട്ടോ. NH4 പ്ലസ് ഇവിടെ എന്താണ്? ആസിഡ് ആണ്. അപ്പൊ ഇങ്ങനെ നമുക്ക് ഇത് പ്രത്യേകം പഠിക്കാം. ആസിഡിൽ നിന്ന് H പ്ലസിനെ മൈനസ് ചെയ്താൽ അതിന്റെ കോൺജുഗേറ്റ് ബേസ് കിട്ടും. അതോടൊപ്പം HCl നിന്ന് ബേസിലോട്ട് H പ്ലസിനെ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കോൺജുഗേറ്റ് ആസിഡ് കിട്ടും.